ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് ആയാലും അതുപോലെ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതുപോലെ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെയോ പിന്നെ അടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് അത് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നമുക്ക് വിളക്കൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നാൾ കേടാവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും, പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും കൂടിയിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി സവാളൊക്കെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി വന്നിട്ട് അരച്ച പേസ്റ്റും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ വെള്ളമൊക്കെ വെട്ടി തക്കാളിയുടെ സ്മെല്ലൊക്കെ പോകുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ മേലേക്ക് തെളിഞ്ഞ് വരും. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് നമ്മളുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സാമ്പാർ പൊടിയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി എന്നുള്ള പരുവാണ് കേട്ടോ. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് മേലേക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് എന്താ പറയുക, കുറച്ചും കൂടി പുളി ആവശ്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് പുളിയുടെ വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തക്കാളിക്ക് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ പുളിവെള്ളം വന്നിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തക്കാളി റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ. ബൈ, ടേക്ക് കെയർ.